ഞാൻ എല്ലാരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സംസാരം ഇതിന്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കി തരുന്നതാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ സെഷനിലേക്ക് കടക്കുകയാണ്. പാരന്റിങ് എന്നതാണ് നമ്മുടെ വിഷയം. അതും പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് വെക്കേഷൻ ടൈമിലെ പാരന്റിങ് എന്നുള്ളതാണ്. ഈ സെഷൻ കേൾക്കുമ്പോൾ ചില ആൾക്കാരെ നമുക്ക് പേഴ്സണലി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടോപ്പിക്കിന്റെ ആവശ്യമുണ്ടോ, പാരന്റിങ് ടൈമിൽ എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു പാരന്റിങ് അങ്ങനെ ഒന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ, എല്ലാ പോലും തന്നെ അല്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ പലരും പല രൂപത്തിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിനേഴ്സ് തന്നെ സംസാരിക്കുന്നതിടെ പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടോ, അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പൊതുവെ ഉപയോഗപ്പെടുത്താറ് ഈ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ആണ്. പക്ഷെ ചാറ്റ് ബോക്സ് ഇത് നമ്മളെ സൂം അല്ല ഉപയോഗിക്കുന്നത്, വേറെ സുഹൃത്തിന്റെ സൂം. അപ്പൊ അതുകൊണ്ട് അതിലത് കാണുന്നില്ല അതെന്താ ഉണ്ടായി എന്നുള്ളത്. ഞാൻ ടെക്നിക്കലി നോക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം തരാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ വിഷയങ്ങളോട് നിങ്ങളുടെ ഒരു അഭിപ്രായം പങ്കുവെക്കാം. കാരണം ഇവിടെ ഇപ്പൊ നമുക്ക് വിവരം എന്നുള്ളതിൽ ആരും ആരേക്കാൾ മികച്ചതല്ല. നമ്മൾ ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നു, പറ്റുന്ന പോലെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേൾക്കുന്നവർ മാത്രമല്ല, നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ്, അല്ല പ്രാക്ടിക്കലി അനുഭവജ്ഞാനുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തരുന്ന വിവരമായിരിക്കും നമ്മൾ പറയുന്ന വിവരത്തെക്കാൾ ഉപകാരപ്രദമായിരിക്കുക എന്ന് ഉറപ്പുണ്ട്. അപ്പൊ ഏതായാലും നല്ലൊരു ദിവസത്തിലേക്ക്, നല്ലൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സെഷൻ ആരംഭിക്കുന്നു. പാരന്റിങ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോകത്തെ ഏറ്റവും നല്ല അത്ഭുതകരമായ ഒരു കലകളിൽപ്പെട്ട ഒരു കലയാണ്. പക്ഷേ നമ്മൾ സ്വായത്തമാക്കാതെ കിട്ടുന്ന ചില കലകളുടെ കൂട്ടത്തിലെ ഒരു കലയായിട്ട് ഈ പാരന്റിങ് പലപ്പോഴും മാറാറുണ്ട്. ഇതില് ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ സൗകര്യം തരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ വേറൊരു ബാച്ച് തൊട്ട് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പരീക്ഷാകാലത്ത് പാരന്റിങ്ങിന്റെ സാന്നിധ്യം എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്ന ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓക്കെ കേട്ടു, കണ്ടു, ഉണ്ടായിരുന്നു എന്തെങ്കിലും പറയോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാവുന്നതാണ്, അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയം ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ്. പറ്റിയിട്ടില്ല. അത് സെക്കൻഡിനുള്ളിൽ 100 ആളുകളായി കഴിഞ്ഞാൽ കയറാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഫിൽ ആകാണ് ചെയ്തത്. നമ്മൾ അതുകൊണ്ടാണ് അത് പകല് വെച്ചത്. പകല് വെച്ച് അത്രയും താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ ഉണ്ടാവുള്ളൂ എന്നറിയാം. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു പാരന്റിങ്ങിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നമ്മളെ സെഷനിലേക്ക് പോവാണ്. നമുക്കറിയാം പാരന്റിങ് എന്നുള്ളത് ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, അതൊരു അത്ഭുതകരമായ കലയാണ്. നമ്മൾ സ്വായത്തമാക്കാതെ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കലകളിൽ ഒരു കലയായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളത് പ്രത്യേകിച്ച് അതിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവുന്നില്ല. നമുക്കറിയാം നമ്മള് പ്രായപൂർത്തി, പക്വത, കാര്യങ്ങളൊക്കെ ആവുന്നു. കുറച്ച് ഇപ്പോ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, അമ്മമാർ, അവരെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു 18 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെ ആകുമ്പോഴേക്കും നമ്മളെ എന്താ പറയാ രക്ഷിതാക്കൾക്ക് ചർച്ചകൾ തുടങ്ങും, അല്ലെങ്കിൽ അയൽവാസികൾ ചർച്ചകൾ വരും. മോളെ കെട്ടിച്ചില്ലേ, നോക്കുന്നില്ലേ എന്നൊക്കെയുള്ള ടോണിലുള്ള സംസാരങ്ങൾ വരും. അപ്പൊ അവര് ആ ഒരു പ്രഷർ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് വേണം എന്ന് പറയും. അങ്ങനെ ഒരുത്തന്റെ കൈകളിലേക്ക് നമ്മൾ പോകും. ആ ഒരുത്തനും നമ്മളും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ ബയോളജിക്കലി നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ മിക്കവാറും ഒരു കൊച്ചുണ്ടാവുന്നു. അതിനപ്പുറം പാരന്റിങ് എന്നുള്ളതിന്റെ കലകൾ, അല്ലെങ്കിൽ പാരന്റിങ് എന്നുള്ളതിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടതുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസങ്ങൾ പോലും പലപ്പോഴും ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ, തീരെ കിട്ടുന്നില്ല, തീരെ വാങ്ങിച്ചിട്ടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് സ്വായത്തമാക്കാതെ
എങ്ങനെയൊക്കെയാണോ പാരമ്പര്യമായി നമ്മൾ ശീലിച്ചും കണ്ടും പോയിട്ടുള്ളത് അതിന്റെ തനിയാവർത്തനമാണ് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാരന്റിങ് എന്ന രൂപത്തിൽ. അതായത് ഞാനിപ്പോ ചെയ്യുന്ന എന്റെ മക്കളെ വളർത്തുന്ന കലകളിൽ പലപ്പോഴും എനിക്ക് എന്റെ പാരന്റ്സ് കാണിച്ചു തന്ന എന്തൊക്കെയാണോ അതിന്റെ ചില അംശങ്ങൾ അതിൽ കയറി വരുന്നുണ്ട്. അവർക്ക് കിട്ടിയത് അവരുടെ സ്വന്തം തലമുറ എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് അത് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കാത്ത ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ നമ്മുടെ ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതില് പെട്ടെന്നുണ്ടായ മാറ്റങ്ങളുണ്ട്, പതുക്കെ പതുക്കെ ഉണ്ടായ മാറ്റങ്ങളുണ്ട്, ആസ്വദിച്ചുണ്ടായ മാറ്റങ്ങളുണ്ട്, പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിക്കുന്ന പേരന്റ് ആവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ടോ കഴിയാറുണ്ടോ എന്നൊരു ചിന്ത അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ തന്നെ പറയാം കുട്ടികളോട്, റമദാനാണ്, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട ഡയലോഗ് ആയിരിക്കാം അതൊക്കെ. റമദാനാണ്, ഭക്ഷണം വെറും കിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക, കട്ടിനാൻ പാടില്ല, വേറെ ഭക്ഷണത്ത് കഴിക്കരുത്, എവിടുന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സമയത്ത് ഇന്ന് കുട്ടികൾ നമ്മളോട് തിരിച്ചു പറയും, അതിനിപ്പോ നിങ്ങളെ ഭക്ഷണം എന്തിനാ, നമുക്ക് എന്താ പറയാ, സൊമാറ്റോയില് ബുക്ക് ചെയ്താൽ മതിയില്ലേ, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയില്ലേ, ഭക്ഷണം എത്തിക്കാൻ സൗകര്യങ്ങളില്ലേ. അതായത് പണ്ട് നമ്മള് മാടക്കടകളിലെ സാരി കടകൾ നോക്കിയിട്ട് റമദാനിൽ കട്ട് ഭക്ഷണം കഴിക്കാൻ പോയ കുട്ടിക്കാലം നമുക്കുണ്ടെങ്കിൽ ഇന്ന് അതേ കുട്ടിക്ക് ടെക്നോളജി ഉപയോഗിച്ച് അതേ സാരിക്കട വീടിന്റെ അടുക്കളയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അത് കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ നിഖില മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിക്കുന്ന ഒരു പാരന്റ് ആവാൻ, ഞാൻ പാരന്റ് എന്ന് പറയുന്നതിനെ ബയോളജിക്കലി സൃഷ്ടിച്ചെടുത്ത ഒരു പാരന്റ് എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു നല്ലൊരു ബ്രദർ ആണെങ്കിൽ, നിങ്ങൾ നല്ലൊരു അധ്യാപകനാണെങ്കിൽ, നിങ്ങൾ നല്ല ഒരു എന്താ പറയാ ഒരു ട്രെയിനിങ് മേഖല ഒരു പരിശീലകനാണെന്നുണ്ടെങ്കിൽ ഏത് മേഖലയിലും ഈ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അതായത് രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്, രക്ഷിതാവ് എന്ന കർത്തൃത്വം, ആ ഒരു കർത്തവ്യം ഏറ്റെടുക്കാൻ രക്ഷിക്കാൻ കഴിയുന്നവനൊക്കെ ആ കർത്തൃത്വം ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ കഴിയുന്ന പേരന്റ് ആവാനുള്ള അഭ്യാസങ്ങൾ, അതിന്റെ പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇതിന്റെ ആമുഖത്തിലെ ചോദ്യം. പലപ്പോഴും ഇല്ലെന്നതിനായിരിക്കും ഉത്തരം. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കല്യാണം കഴിയുന്നു, അതിൻ്റെതായ കാര്യങ്ങൾ നടക്കുന്നു, ഒരു കുട്ടി ഉണ്ടാവുന്നു, കുട്ടി ഉണ്ടായിട്ടാണ് പലരും ഇതിനെ വളർത്തേണ്ട ഘടകങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുക മുന്നോട്ട് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അത് വേറെ വിഷയമായതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. ഇനി അതിലെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് ഈ പാരന്റിങ് എന്നുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാല് ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഇനി ഗർഭം ഉണ്ടാവാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം എന്നാണ്. എനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടി എങ്ങനത്തതായിരിക്കണം, അവരെ എങ്ങനത്തെ രൂപത്തിൽ വളർത്തണം, അങ്ങനെയുള്ള പ്ലാനിങ് അന്നേ വേണമെന്നാണ്. ഇനി അതിനേക്കാൾ ഉപരി ഈ കുട്ടിയുടെ ആ ഒരു ആദ്യ സമയങ്ങൾ, ഇത് ഓക്കെ എനിക്ക് വിശേഷമായി എന്ന് ഭാര്യ പറയുന്ന ഒരു സമയം, ആ സമയം മുതൽ നമ്മൾ രക്ഷാകർതൃത്വത്തിന്റെ അങ്ങേ തലക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ തന്നെ 4 മാസം കഴിഞ്ഞാൽ അതിൽ ഒന്നും കൂടി കൂടിയ ഇനത്തിലേക്ക് നമ്മൾ മാറണം. അത് തന്നെ 8 മാസം ടു 10 മാസം വളരെ കെയറിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ആ ഗർഭപാത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീ നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ ആ സ്ത്രീയുടെ മുന്നിലുള്ള സംസാരങ്ങൾ വരെ ശ്രദ്ധിക്കണം എന്നാണ്. കാരണം അതടക്കം ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും, അതിനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നീട് സ്വഭാവത്തിലൊക്കെ വരുന്നതാണ്. പിന്നീട് ആ കുട്ടി പുറത്തേക്ക് വന്ന ആദ്യത്തെ മണിക്കൂറുകൾ, ആദ്യത്തെ ദിവസങ്ങൾ, അതാണ് കുട്ടിയെ രൂപപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ തലക്ക് ഒരു 3 വയസ്സ് വരെയുള്ള ഒരു പ്രായമുണ്ട്. കുട്ടിയുടെ സകലമാന ഈ എന്താ പറയാ അണ്ടറക്കാത്ത പ്രായം എന്നൊക്കെ പറയുന്ന ഒരു സമയം, സകലമാന വിദ്യകളും അഭ്യസിക്കുന്ന പ്രായമുണ്ട്. അവിടെ നിന്ന് ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ കുട്ടിത്വം എന്ന് പറയുന്ന പ്രായത്തിലേക്ക് കടന്നാൽ അവിടെ ഒരു പേരന്റ് എന്തായിരിക്കണം, അവിടെ ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ അവിടെ സ്കൂളിംഗ് ടൈം തുടങ്ങുന്നത്, അവിടെ ഒരു പേരന്റ് എന്തായിരിക്കണം. അങ്ങനെ തുടങ്ങി ഒരു 21 വയസ്സ് വരെയെങ്കിലും ഇടപെടേണ്ട ഇടപെടലിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരാളായിട്ട് മാറുകയും അഭ്യസിക്കേണ്ട കാര്യങ്ങൾ അഭ്യസിച്ച് അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന കാലമാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അഭ്യസിച്ചിട്ട് ചെയ്യണമെന്നില്ല, ചെയ്തുകൊണ്ട് അഭ്യസിക്കുകയാണ് നമ്മളൊക്കെ. അങ്ങനെ ചെയ്യുന്നു, അതിൽ ചിലതൊക്കെ ശരിയാകുന്നു, ആ ശരിയാകുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്നു. പലപ്പോഴും എനിക്ക് ഇങ്ങനെ ട്രെയിനിങ് മേഖലയിലുള്ളതൊക്കെ തന്നെ കുറെ കോള് വരും. ഇപ്പൊ ചിലപ്പോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാലും ചിലപ്പോൾ കോള് വരും, സാർ എന്റെ മോൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതിൽ രക്ഷപ്പെടുത്തണം, എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് കോളുകൾ വരും. അല്ലെങ്കിൽ പഠനത്തിൽ ഇങ്ങനെയാണ്, പഠിക്കാൻ ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ കോളുകൾ വരും. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇമ്പോർട്ടന്റ് ആയിരിക്കാം, സ്വഭാവ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്,
പക്ഷെ അതേപോലെ തന്നെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ആ കുട്ടി എന്ന് പറയുന്ന ഒരു സത്യം. ആ കുട്ടിയെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, ആ കുട്ടിയെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവിടെയാണ് പാരന്റിങ്ങിന്റെ വിജയം. അല്ലാതെ കൂടുതൽ പഠിപ്പിച്ചു, കൂടുതൽ വളർത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു, ഈ പറയുന്നിടത്തല്ല പാരന്റിങ്ങിന്റെ വിജയം. മറിച്ച് അവൻ എന്ന വ്യക്തിക്ക് ആവശ്യമുള്ളിടത്ത് ഒരു രക്ഷിതാവാകാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ആളായിട്ടാണ് നമ്മുടെ രക്ഷാകർതൃത്വം എന്ന കടമ മാറേണ്ടത്. അങ്ങനെ മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അവന്റെ കൂടെ 24 hour പോയിരിക്കണമെന്നൊന്നുമില്ല. ആ അറ്റാച്ച്മെന്റ് സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ അവരോട് എപ്പോഴും സംസാരിക്കണമെന്നില്ല, ബട്ട് അറ്റാച്ച്മെന്റ് സ്ട്രോങ് ആയിരിക്കും. ആ തരത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മളെ കേരളത്തിലെ പരീക്ഷാ ചൂടുകൾക്ക് ശേഷം നമ്മളെല്ലാവരും പതുക്കെ പതുക്കെ എന്താ പറയാ, ഈ പറയുന്ന വെക്കേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് രക്ഷിതാവ് എന്ന് പറയുന്ന ഞാനൊരുത്തൻ ഒരുപാട് ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഈ പാരന്റിങ്, ഈ വെക്കേഷൻ ടൈപ്പിലെ പാരന്റിങ് എന്നുള്ളതിൽ അവനെ ആസ്വദിച്ച് അവന് വേണ്ടി ചെയ്യുന്ന ഒരു പാരന്റിങ് എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം. പലപ്പോഴും ചോദിക്കുക, അങ്ങനെ ഒരു വെക്കേഷൻ ടൈം കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കുട്ടികൾക്ക് വേനലവധിക്കാലം എന്ന് പറയുന്ന ഒരു സാധനം അത്യാവശ്യ വസ്തുവാണെന്ന് തോന്നുന്ന ആൾക്കാര് ഒന്ന് സംസാരിച്ച്, അങ്ങനെ ആവശ്യമുണ്ടോ അവർക്ക്? ഈ 2 മാസം പഠിപ്പിച്ചുകൂടെ? എന്തിനാണ് വെറുതെ 2 മാസം അവധി കൊടുത്ത് ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടി? ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറെ കേട്ടാ, അടുത്ത 2 മാസം അന്നൊക്കെ എങ്ങനെയാടാ പോയിട്ട് രൂപത്തിലുള്ള ഡയലോഗുകൾ ചെറുപ്പത്തിൽ. അത് സ്വാഭാവികമാണ് അല്ലെ? അത് നമ്മൾ തമ്മിൽ ആലോചിച്ച് നോക്കി, നമ്മൾ ചിലപ്പോൾ അറിയാതെ പറയുന്നുണ്ടാവും നമ്മളൊക്കെ. അങ്ങനെ എന്താ പറയാ, ഉണ്ടോ ഇല്ലേ എന്ന ചർച്ച നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊപ്പണേ സംസാരിക്കാം. ഈ സത്യത്തിൽ ഇങ്ങനെ ഒരു വേനലവധി അല്ലെങ്കിൽ ഒരു അവധിക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 മാസം ഗ്യാപ്പ് ആവശ്യമുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിച്ചോളൂ. സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ, ക്ലാസ് മാത്രം എടുത്ത് പെട്ടെന്ന് തീർക്കും. യാസീൻ സാർ, ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കഴിയുന്നുണ്ട്. ഓക്കെ, ശരി ശരി ശരി. അപ്പോ വേണ്ടവർക്ക് സംസാരിക്കാം. വേനലവധിക്കാലം വേണം തന്നെയാണ് സാറേ തോന്നുന്നത്. കാരണം ഒരു റിഫ്രഷ്മെന്റ് 10 മാസത്തെ പഠനത്തിന് ശേഷം ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ, പിന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. വേറെന്തെങ്കിലും അത് നല്ല നല്ല കിടു ടോക്കാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതേ അഭിപ്രായം തന്നെയാണോ എല്ലാവർക്കും? ഒരാൾ കൂടി അഭിപ്രായത്തിലുണ്ടെങ്കിൽ സന്തോഷം. ഓക്കെ. ഒരേ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വേനലവധി എന്നുള്ള ഈ ഒരു സമയം അത് കൂടുതൽ ആവശ്യപ്പെടുന്നത് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണല്ലോ വേനലവധി എന്ന് പറയുന്ന സാധനം ഉപയോഗപ്പെടുത്തുന്നത്. അല്ല, സ്കൂളിൽ പോകാത്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവധി എന്നൊരു കാര്യം അവിടെ ചർച്ചയ്ക്ക് എടുക്കാത്തത് കൊണ്ട് അവരുടെ പാരന്റിങ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സ്കൂളിൽ പോകുന്ന വേനലവധിക്ക് വരുന്ന കുട്ടികളെ മാത്രം ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറഞ്ഞുതരാം. സ്കൂളിംഗ് എന്ന് പറയുന്ന കർത്തവ്യത്തിലേക്ക് കഴിഞ്ഞ 10 മാസം പോയ കുട്ടി അവന്റെ കൾച്ചറിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ അറിയാതെയെങ്കിലും അവന്റെ ടീച്ചർ, അവന്റെ കൂട്ടുകാര്, സഹപാഠികൾ, സ്കൂളിലെ സിറ്റുവേഷൻസ് ഇതൊക്കെ ഇഴുകിച്ചേർന്നിട്ടുണ്ടാവും. ഈ ഇഴുകിച്ചേർന്നതിൽ നിന്നുള്ള മാറ്റമാണ് ഈ വരുന്ന 2 മാസം നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ സമയത്ത് അവന്റെ കുറെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടൽ ഇപ്പൊ നമുക്കറിയാം, ഗൾഫിൽ നിന്ന്, ഇപ്പൊ എന്റെ ജ്യേഷ്ഠൻ എനിക്കറിയാം, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ആദ്യത്തെ ഒരു 3 ദിവസം ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആള് ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി കാർ ഓടിക്കുന്ന ആളാണ്, നമ്മളെക്കാൾ സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും ആദ്യത്തെ 2-3 ദിവസം ഒരു ചിലപ്പോൾ ഡോറ് തുറക്കാൻ വേണ്ടി ആദ്യം തന്നെ വലത് സൈഡിൽ വന്ന് തുറന്നു നോക്കും. കാരണം അവിടെ ഡ്രൈവിംഗ് സീറ്റ് തെറ്റിയിരിക്കും. അപ്പോ അത് സ്വാഭാവികമായിട്ടും അവിടുന്ന് ചെയ്തു വന്നതിൽ നിന്ന് ഒരു പറിച്ച് മാറ്റപ്പെടുന്നതിന്റെ ആദ്യത്തെ 2 ദിവസത്തെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അത് മിക്കവാറും നിങ്ങളെ വീട്ടിൽ ഗൾഫുകാരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഡോർ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കയറുക എന്നുള്ളതൊക്കെ അറിയാതെ ചെയ്തു പോകും.
അപ്പൊ ഇതേപോലെ കഴിഞ്ഞ 10 മാസം ഈ കുട്ടി ഒരു വിദേശിയായിരുന്നു. എന്ന് വെച്ചാല് കൂടുതലും അവന്റെ കൂട്ടുകാരോടൊപ്പവും മറ്റും താമസിച്ച് സന്തോഷം മാത്രമുള്ള കാര്യങ്ങളാണ്. അവർക്ക് കളിക്കാന്, തല്ലൂടാന്, ചിരിക്കാന്, രസിക്കാന്, അവന്റെ കാര്യങ്ങൾ പങ്കുവെക്കാന് എല്ലാം പറ്റുന്ന ഒരിടത്തിൽ നിന്നാണ് അവന് 2 മാസം നമ്മൾക്ക് വരുന്നത്. അപ്പൊ സ്കൂൾ ലൈഫിൽ നിന്ന്, സ്കൂൾ സെഷനുകളിൽ നിന്ന്, അങ്ങനെ പറയാം, നമുക്ക് സ്കൂൾ ലൈഫ് എന്ന് പറയേണ്ട, സ്കൂൾ സെഷനുകളിൽ നിന്ന് ഒന്ന് വിശ്രമിക്കാനും അതിൻ്റെതായ സമ്മർദ്ദം ഉണ്ടാകും അവർക്ക്. ഇപ്പൊ ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സ്കൂളിലത്തെ സമ്മർദ്ദം ഉണ്ടാവും, വീട്ടിലത്തെ സമ്മർദ്ദം. അപ്പൊ സ്കൂൾ സെഷനിൽ നിന്ന് മാറുക എന്നുള്ളിടത്ത് ഞാൻ പറയുന്നത് ആ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അതോടൊപ്പം പഠന സമ്മർദ്ദങ്ങളും ഇത് രണ്ടും ഒന്ന് ഫ്രീ ആക്കാനും അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ അനുകൂലമായ വളർച്ചയ്ക്ക് കൂടെ നിൽക്കാനും പറ്റുന്ന ഒരു മാസമാണ് ഈ വേനലവധിക്കാലം നമ്മൾ കാണേണ്ടത്. അങ്ങനെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നാണ്. ഇതിൽ നിന്ന് ഒരു മാറ്റം, ആ മാറ്റം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 മാസത്തെ എന്റെ അഭിപ്രായത്തില് ആസ്വദിക്കുന്ന രക്ഷിതാവായിട്ട് നമ്മൾ മാറണം. പലപ്പോഴും പറയാറുണ്ട്, രക്ഷാകർതൃത്വം നമുക്ക് 3 നിലയ്ക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, മക്കളെ വളർത്തുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 3 ഓപ്ഷൻ പറയാം. ലോകത്ത് ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ അങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ടാണെന്നാ പറയാറ്. ഒന്ന്, മക്കളെ വളർത്താൻ വേണ്ടി വളർത്താം. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണേ. ഒന്ന്, മക്കളെ വളർത്താൻ വേണ്ടി വളർത്താം. മക്കൾ ഉണ്ടായി പോയില്ലേ, പിന്നെ വളർത്തിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് വളർത്തു തന്നെ എന്ന് വിചാരിച്ച് നമുക്ക് വളർത്താം. 2, മക്കൾ നന്നായി തീരാൻ വേണ്ടി നമുക്ക് വളർത്താം, മക്കൾ നന്നാവാൻ വേണ്ടി നമുക്ക് വളർത്താം. ഓക്കെ. മൂന്നാമത്തത്, മക്കളെ ആസ്വദിക്കാൻ വേണ്ടി വളർത്താം. എന്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്, ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇതിൽ ചാറ്റ് ബോക്സ് മിസ് ആയതുകൊണ്ടാണ് വോയിസിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വോയിസ് ഓൺ ആക്കാം, എന്നിട്ട് കൃത്യമായിട്ട് പറയാം. നമ്മൾ പറയുന്ന, ഇപ്പൊ ഞാൻ നിങ്ങൾ പഠിക്കേണ്ട, ഇപ്പൊ ഞാനൊരു പാരന്റ് തന്നെയാണ്. നമ്മൾ എന്ന പാരന്റ് ഇതിൽ ഏത് ഘടകമാണ് മക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ 3-ൽ ഏതാണ്? അതായത് മക്കളെ വളർത്താൻ വേണ്ടി വളർത്തുന്ന രക്ഷിതാവാണോ, മക്കളെ നന്നാക്കാൻ വേണ്ടി വളർത്തുന്ന രക്ഷിതാവാണോ, അതോ ആസ്വദിക്കാൻ വേണ്ടി വളർത്തുന്ന രക്ഷിതാവാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. സോറി, ചാറ്റ് ബോക്സിൽ അതുകൊണ്ട് ഓഡിയോ പറയാം, ഓഡിയോയിൽ പറയാം. ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാര് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് 3 ലെവലിൽ കേൾക്കാൻ പറ്റും. ഒന്ന്, ഇനി പറയുന്ന രൂപത്തിൽ കേൾക്കാൻ വേണ്ടി കേൾക്കാം, ഒരു ഗ്രൂപ്പിലുണ്ട്, ഒരു ലിങ്ക് കിട്ടി, അതുകൊണ്ട് ഇരുന്ന് കേൾക്കാം എന്ന രൂപത്തിൽ ഇതിനെ കേൾക്കാം. 2, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഈ ക്ലാസ് കേൾക്കാം. 3, ഇത് വേണമെങ്കിൽ ആസ്വദിക്കാനും കേൾക്കാം. ഏതായാലും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ അതും വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറയാം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ 3 ലെവലിൽ നിന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പറഞ്ഞോളൂ. ആസ്വദിക്കാൻ വേണ്ടി വളർത്താം. ആസ്വദിക്കാൻ വേണ്ടി വളർത്തുക, അത് അബൂബക്കർ സിദ്ദീഖ് സാർ. നമ്മളെ നമ്മളെ സ്വന്തം. ഓക്കെ. വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായമോ അഭിപ്രായമോ ഉണ്ടാവും? മക്കൾ അമ്മാവുണ്ട് നിങ്ങൾക്ക്? നന്നാവാനും അതോടൊപ്പം ആസ്വദിക്കാനും. അത് നല്ല മറുപടി പോയിന്റ് അല്ലേ? എനിക്ക് ഇനി ഒന്നും പറയാനില്ല, രണ്ടും കൂടി പറഞ്ഞാൽ തീർന്നില്ലേ? ഓക്കെ. ഇതിലിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരിക, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ, ഈ ക്ലാസ് കേൾക്കുന്ന പറയുന്ന രൂപത്തില് ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാം എന്ന രൂപത്തിൽ കേൾക്കാം. അതേപോലെ മക്കളെ നന്നാക്കുക എന്ന് പറയുന്നിടത്ത് മിക്കവാറും ആൾക്കാരും പറയാൻ പോകുന്ന മറുപടി ഒന്ന് തന്നെയാണ്, എന്തെന്ന്, മക്കളെ നന്നാക്കാൻ വേണ്ടി വളർത്തുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരിക. നമ്മൾ നന്നാക്കുക എന്നൊരു പ്രക്രിയയിലാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാല് അവിടെ ആ ആക്കൽ മാത്രമേ നടക്കുകയുള്ളൂ, നന്നാവൽ എന്ന പ്രക്രിയ നടക്കണമെന്നില്ല. കാരണം നമ്മൾ ഒരു തെറ്റിദ്ധാരണയായിട്ട് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കാൻ തീരുമാനിച്ചത്. നമുക്ക് മുന്നിൽ മക്കളെ തന്നേക്കുന്നത് നന്നാക്കാനൊന്നല്ല, അവനെ വളർത്താനാണ്. വളർത്താന്നുണ്ടെങ്കിൽ അവൻ നല്ല രൂപത്തിൽ വളർന്നോളും. ഈ ഭൂമി ലോകത്തേക്ക് പടച്ചു വിട്ടിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അതിൻ്റെതായ ഒരു നാച്ചുറൽ വളർച്ച ഉണ്ട്. ആ രൂപത്തിൽ അത് വളർന്നോളും. ആ വളർച്ച കണ്ട് ആസ്വദിക്കലാണ് ഒരു രക്ഷിതാവിന്റെ പണി. പിന്നെ അവൻ നാശാകുന്നുണ്ടോ, അവൻ വളയുന്നുണ്ടോ, തിരിയുന്നുണ്ടോ? അത് തിരിയുന്നുണ്ടെങ്കിൽ കാരണം അവൻ ആരാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ, അവൻ തന്നെയാണ് കാരണം. അപ്പൊ മക്കൾ നന്നാവാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടത്തരം തുടങ്ങി. മറിച്ച് മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നന്നാവേണ്ടത് പാരന്റ് എന്ന ഞാനാണ്.
എന്റെ 3 മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു രക്ഷിതാവായിട്ട് ഞാൻ മാറിയാൽ മാത്രമേ എനിക്ക് അവർ നന്നാവുന്നുണ്ട് എന്ന് പറയാൻ അവകാശമുള്ളൂ. അല്ലെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ന രൂപത്തിൽ ഞാൻ ഇങ്ങനെ അജണ്ട ഉണ്ടാക്കി കൊടുക്കുക. രാവിലെ 5:30 എഴുന്നേറ്റിരിക്കണം, 7:30 പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം, 9 മണിക്ക് കുളിച്ചിരിക്കണം. ഇതൊക്കെ പറയാം. ഞാൻ കുളിക്കുന്നത് 11 മണിക്കാണ്, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നത് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ഓതുന്നത് എപ്പോഴെങ്കിലും ആണ്. എങ്കിൽ എനിക്ക് അവന്റെ മുന്നിൽ അത് പറയാൻ പോലും അവകാശമില്ല. മിണ്ടാണ്ടിരിക്കുക. കാരണം കുട്ടികൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, ഉപ്പ് ഓതുണ്ടോ ചോദിക്കും, അല്ലെങ്കിൽ വാപ്പ ഓതുണ്ടോ ചോദിക്കും. അപ്പൊ ഈ ചോദ്യം വന്നാൽ തന്നെ മനസ്സിലാക്കുക നീ എന്ന പേരന്റ് പട്ടപൂജ്യമായി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തിലേക്ക് കടക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ അവരുടെ മുന്നിൽ മാതൃകയാവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരും. അതിനുള്ള പ്രക്രിയയുടെ പേരാണ് ആസ്വദിക്കുക. മക്കളുണ്ട് നമ്മുടെ മുന്നില്, അവരെ ആസ്വദിക്കുക. ഈ വെക്കേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും പല രക്ഷിതാക്കളുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരിക്കും. എങ്ങനെ ചെയ്യാ, എന്താ ചെയ്യാ, ഈ 2 മാസം ഇപ്പൊ എന്താ കാട്ടിക്കൂട്ടാന്ന് അറിയില്ല, ക്ലീൻ ആക്കാൻ പറ്റില്ല, വൃത്തിയാക്കാൻ പറ്റില്ല, അതാക്കാൻ പറ്റില്ല, കച്ചറയാക്കും, വൃത്തികേടാക്കും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാതെങ്കിലും ചില ആൾക്കാരുടെ ഉള്ളിലൊക്കെ വരാറുണ്ട്. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മക്കൾ എന്നതിനെ ആസ്വദിക്കാനുള്ള മനസ്സ് പാകപ്പെടുത്തുക എന്നുള്ളതാണ്. എന്റെ മകനാണ്, എന്റെ മക്കളാണ്, അവരെ ദൈവം എനിക്കായിട്ട് അനുഗ്രഹിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിനെ ഏറ്റവും മാന്യമായിട്ടും ഭംഗിയായിട്ടും വളർത്താൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ ശീലിച്ചെടുക്കുക. അവരെ നന്നാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ നന്നായാൽ അവരെ നന്നായിക്കോളും. അപ്പൊ അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അവന്റെ സ്കൂൾ ലൈഫിൽ നിന്നും അവന്റെ കൂട്ടുകാരിൽ നിന്നും ഒരു മാറ്റം വന്നിട്ട് നമ്മളെ കൂടെ ജീവിക്കുന്ന 2 മാസമാണ്. അപ്പൊ ഈ 2 മാസം പാരന്റ് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു 6+ വയസ്സുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ ക്ലാസ് കേൾക്കുന്നത്. അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മുടെ ഓരോ ചലനങ്ങൾ നോക്കുന്നു. നമ്മുടെ വിഷയത്തിലാണോ നടക്കുന്നത്, നമ്മുടെ മാനസികമായ തലം ഇപ്പോ എങ്ങനെയാണുള്ളത്, നമ്മൾ ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഇതൊക്കെ കുട്ടികൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ആക്ടിങ് ആണോ അവരെ മുന്നിൽ നടത്തുന്നത്, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ചിലപ്പോ ചില ആളുകൾ കുട്ടികളുടെ എന്താ പറയാ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കേവലം ഒരു ആത്മീയ ചട്ടക്കൂടിലൂടെ മാത്രം വളർത്തിയാൽ വളരുമെന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. സത്യത്തിൽ കുട്ടി വളരുന്നത് 3 ലെവലാണ്. അവന്റെ ശാരീരികമായ വളർച്ചയാണ് അതിൽ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് അവന്റെ മാനസികമായ വളർച്ചയാണ്. മൂന്നാമത്തത് ആത്മീയമായ വളർച്ചയാണ്. പക്ഷെ ഇവിടെ ഈ ആത്മീയമായ വളർച്ച മാത്രം ഡെവലപ്പ് ചെയ്യുകയും നിങ്ങളെന്ന പാരന്റിന്റെ മാനസികമായ സപ്പോർട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മീയത എന്നുള്ളത് അവന് ആസ്വദിക്കാൻ പറ്റാത്ത ആത്മീയതയും ഒരു ചെയ്തികൾ മാത്രമായിരിക്കും. അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. മാനസിക പിൻബലം കൊടുക്കുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ, മാനസികമായ പിന്തുണ കൊടുക്കുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നു, മക്കൾ എന്നതിനെ ആസ്വദിക്കുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ചലനങ്ങൾ മതി ആ കുട്ടിയുടെ ഉള്ളിലുള്ള നന്മകൾ പുറത്തേക്ക് വരാൻ. അവൻ അറിയാതെ എന്താ പറയാ നോമ്പെടുക്കും, അറിയാതെ നിസ്കരിക്കും, അല്ലെങ്കിൽ അറിയാതെ അവൻ എന്താണോ അവന്റെ ചടങ്ങുകൾ ചെയ്യാനുള്ളത് അത് മുഴുവൻ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അത് ഈ കുട്ടിക്ക് ആത്മാർത്ഥമായും ആസ്വദിച്ചും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ പാരന്റും ആസ്വദിച്ച് ചെയ്യുന്ന തലത്തിലേക്ക് മാറണം. അതിന് കൊടുക്കുന്ന സപ്പോർട്ട് അത്രമേൽ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാനസികമായ സപ്പോർട്ടോടു കൂടി മക്കളെ വളർത്താനുള്ള അസുലഭമായ അവസരമാണ് ഇപ്പോ രക്ഷിതാക്കൾക്ക് 2 മാസം കിട്ടാൻ പോകുന്നത്. അവനെ പിന്തുണ കൊടുക്കുന്ന, അവനെ എന്താ പറയാ സപ്പോർട്ട് കൊടുക്കുന്ന, അവനെ കെയർ ചെയ്യുന്ന, അവന്റെ മാനസിക വിജയത്തിന് കൂടെ നിൽക്കുന്ന, അവന്റെ കരിയർ വിജയത്തിന് കൂടെ നിൽക്കുന്ന, അവന്റെ വ്യക്തിത്വ വിജയത്തിന് കൂടെ നിൽക്കുന്ന, സ്വഭാവ രൂപീകരണത്തിന് കൂടെ നിൽക്കുന്ന അത്തരത്തിലൊരു രക്ഷിതാവായി മാറാനുള്ള അവസരമാണ് ഈ 2 മാസം എന്ന് മനസ്സിലാക്കുക. ഇനി 2 മാസം ചെയ്യേണ്ട പലപ്പോഴും വെക്കേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ ഓൺലൈൻ ഈ എന്താ പറയാ ഈ വെക്കേഷന്റെ ഈ പീരീഡ് എന്ന് പറഞ്ഞാല് പലപ്പോഴും നമുക്ക് തോന്നാം അത് ജസ്റ്റ് കുട്ടികളെ കളിക്കാനുള്ള സമയമല്ലേ, അവർ വെറുതെ ഇരിക്കുന്ന സമയം കാണാറില്ല, എപ്പോഴും കളികളിലായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തില് ഈ വേനൽക്കാലത്തെ ഈ കളികളിൽ വല്ല കഴമ്പുണ്ടോ, അവരെ അനുവദിക്കേണ്ടതുണ്ടോ? ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പ്ലാനിങ് നടത്തേണ്ട സമയമാണ് ഈ ഒരു സമയം.
ഒന്ന് ഇനി ഏകദേശം 4-5 ദിവസം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാവും, പാരന്റ്സിന്റെ മുന്നിൽ ഉണ്ടാവും. ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് എന്റെ മക്കളെ കൂടെ കളിക്കാൻ മാത്രമുള്ള കുറച്ച് പ്ലാനിങ് നടത്തി നോക്കിയേ. എങ്കിൽ നിങ്ങളാണ് നേരത്തെ പറഞ്ഞ മാനസിക സപ്പോർട്ടോട് കൂടി ഈ പാരന്റിങ് കലയെ ആസ്വദിക്കുന്ന രക്ഷിതാവായി മാറുന്ന ആളായിട്ട് തീരുന്നത്. എങ്ങനെയൊക്കെ കളിക്കാം, നമ്മൾ എന്തൊക്കെ പ്ലാനിങ് നടത്തുന്ന മക്കളെ കുറിച്ചിട്ട്, മക്കളെ ഭാവിയെ കുറിച്ച്. ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്നത് SLC ആണ്, അത് കഴിഞ്ഞ് അവരെ ഞാൻ ബയോളജി സയൻസ് പഠിപ്പിച്ച് ഡോക്ടറാക്കി, അല്ലെ, എന്തൊക്കെ ഇങ്ങനെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിന് എത്ര കാശ് വേണം, ആ കാശ് ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇന്ന് നിന്റെ മോന്റെ വയസ്സ് 8 അല്ലെങ്കിൽ 9, 10 ആണെങ്കിൽ ആ 10ാം വയസ്സിലുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട ധർമ്മവും കർമ്മവും ചെയ്യുന്ന രക്ഷിതാവാണ് നമ്മളാവേണ്ടത്. അല്ലാതെ അവന്റെ 18ാം വയസ്സിലെ പേടി ഈ 8ാം വയസ്സിലേക്ക് കൊണ്ടുവന്നാൽ കുട്ടിയുടെ മുന്നിൽ പേടിച്ച് ജീവിക്കുന്ന ഒരു രക്ഷിതാവായിട്ട് മാറിയുള്ളൂ. ഇപ്പൊ എന്റെ മോള് ഏകദേശം ഇപ്പൊ ഒരു 7 വയസ്സ്, ഞാൻ ഇപ്പൊ തന്നെ ചിന്തിക്കാം, അവളെ 17ാം വയസ്സില് അവൾ +2 കഴിഞ്ഞ് എന്റെ എൻട്രൻസിന് വിട്ട് അല്ലെങ്കിൽ മെഡിക്കലിന് വിട്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ ഇപ്പൊ 50,000 റുപ്യ ആയിട്ടുണ്ട്. അപ്പൊ 1 ലക്ഷം റുപ്യ സ്വർണത്തിനുണ്ടാവും, അത് ഉണ്ടാക്കണ്ട ഞാൻ എന്നും ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു രക്ഷിതാവാണ് ഞാനിപ്പോ എങ്കിൽ എനിക്ക് ഈ പറഞ്ഞ കർത്തൃത്വം അധികം ആസ്വദിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എന്റെ മോൾ 7 വയസ്സാണ്. ഈ 7 വയസ്സിൽ അവൾക്ക് എന്താണ് ആവശ്യം, അത് മാത്രം നമ്മൾ ആസ്വദിച്ചു കൊടുത്തു നോക്കി. അപ്പൊ നമുക്കും ഇത് ആസ്വദിക്കാൻ പറ്റും, അവർക്കും ആസ്വദിക്കാൻ പറ്റും. എങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്റെ കുട്ടിയുടെ പ്രായം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ക്ലാസ് കേൾക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇന്ന് തന്നെ എഴുതുക. ഓരോ കുട്ടിയുടെയും പ്രായം എഴുതുക. എന്നിട്ട് ആ കുട്ടിക്ക് ആ പ്രായത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം, അവൻ വെക്കേഷനിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിൽ നമ്മളൊന്ന് എഴുതി വെച്ച് നോക്കിയാൽ നല്ല രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര വേനലവധി രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മളൊന്ന് എടുത്തു നോക്കുക, എത്രയോ വേനലവധി നമുക്ക് പലപ്പോഴും ആസ്വദിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ നമുക്കത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കണം. കാരണം പലപ്പോഴും ഇത്തരം ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വരുന്ന കോളുകളിൽ പ്രധാനമായിട്ടും, സാർ എന്റെ മോൻ ഇപ്പൊ 9ൽ എത്തിയിട്ടുണ്ട്, എന്നെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല, എന്നോട് എന്തോ അടുപ്പം കാണിക്കുന്നില്ല, അവൻക്ക് അവന്റെ കൂട്ടുകാരാണെല്ലാം എന്നൊക്കെ പറയുന്ന കുറെ കോളുകൾ വരാറുണ്ട്. അങ്ങനെ കുട്ടികൾ പോകുന്നത്, ഒരു സുപ്രഭാതത്തിൽ പോകുന്നതല്ല കുട്ടികൾ. എന്തുകൊണ്ടാണ് 9ൽ പഠിക്കുന്ന കുട്ടി നമ്മളേക്കാൾ അവന്റെ കൂട്ടുകാരനെ, അവന്റെ സുഹൃത്തുക്കളെ കൂടുതൽ ടച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എന്താണോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ 14ാം വയസ്സിൽ 15ാം വയസ്സിൽ എന്തൊക്കെയാണോ അവൻ ആവശ്യപ്പെടുന്നത്, അത് കിട്ടുന്ന ഇടം അവന്റെ കൂട്ടുകാരന്റെ ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അവൻ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിൽ 9ാം ക്ലാസ്സുകാരന്റെ ടെൻഷൻ അല്ല, നമ്മളെത്താ സമയത്ത് നിൽക്കുന്നത് ഇവന്റെ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ പ്രായത്തിൽ അടിക്കുന്ന ടെൻഷൻ അടിച്ചിട്ടാണ് പേരന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ അവനെ ശാസിക്കും. ശാസിക്കുന്നത് ചിലപ്പോൾ ഒച്ച കൂടുന്ന അവനക്ക് ഇഷ്ടപ്പെടാത്ത ഒച്ചയായിരിക്കും, അല്ലെ. അപ്പോ തന്നെ അവർക്ക് ആ പ്രായത്തിനനുസരിക്കാത്ത താങ്ങൽ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ തന്നെ കളികൾ പ്ലാൻ ചെയ്യാം. എങ്ങനെയൊക്കെ കളിക്കാം, ഏതൊക്കെ രൂപത്തിൽ കളിക്കാം, നമുക്കും അവർക്കും പ്ലാൻ ചെയ്യാവുന്ന കളികൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ചില നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുക, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലെ കുട്ടികളുടെ അവരുടെ ഭാവനകൾ വികസിപ്പിക്കുന്ന, അവർക്ക് ഇമാജിനേഷൻ പവർ കൂട്ടുന്ന, അവർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് തന്നെ നമുക്ക് ചില കളികളിലൂടെ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വെക്കേഷനെ ഒന്ന് പ്ലാൻ ചെയ്യാം. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, സൃഷ്ടിപരമായിരിക്കണം, റിസൾട്ടുകൾ കാണിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കളികൾ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഒന്നിച്ചിരിക്കാനുള്ള അവസരങ്ങൾ, തമാശകൾ പറയാനുള്ള അവസരങ്ങൾ, വീട്ടിൽ നടത്താൻ പറ്റുന്ന ചില ഞാൻ തമാശക്ക് പറയാം, സാഹിത്യ സമാജങ്ങൾ, കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, പ്രസംഗിപ്പിക്കുന്നു. ചെറുതാണെങ്കിൽ ഒരു കയ്യിൽ ഒരു ഉജാല ഡപ്പയെങ്കിലും കൊടുത്തിട്ട് ഇതാണ് മൈക്ക് എന്ന് പറഞ്ഞിട്ട് ആ മൈക്കിലൂടെ ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അവന്റെ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് കരിയർ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആ പാട്ട് പാടിപ്പിച്ചത്, പ്രസംഗിപ്പിച്ചത് അവർക്ക് ചിലപ്പോ എനിക്ക് ഭാവിയിൽ ടീച്ചർ ആവണം എന്നുള്ള ചിന്ത വളർത്താൻ സഹായിച്ചേക്കും. അതേപോലെ ഓരോ കാര്യങ്ങളും അവന് കാണിക്കുന്ന, മാത്രമല്ല ഈ 2 മാസം കുറച്ചും കൂടി എന്റെ പ്രിയപ്പെട്ട പാരന്റ്സിനോട് പറയാനുള്ളത്, കുട്ടികളെ പ്രത്യേകിച്ച് ഒരു 5ന് താഴെയുള്ള കുട്ടികളെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കണ്ണ് തുറന്ന് നോക്കാം. കാരണം ഈ പ്രായത്തിലാണ് കുട്ടികൾ അവരുടെ പൊട്ടിത്തെറികൾ കാണിക്കുക, പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ കാണിക്കും. ആ പൊട്ടിത്തെറികളൊക്കെ നല്ലവണ്ണം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവന്റെ ഒരു ഭാവിയിലെ കരിയർ ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് തന്നെ 7ന് മേലേക്കുള്ള രക്ഷിതാവാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുട്ടികളെ
പ്രവർത്തനങ്ങൾ നോക്കുക. എന്ത് പറയുമ്പോഴാണ് അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? എഴുതേണ്ട കാര്യം പറയുമ്പോഴാണോ, ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോഴാണോ, പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോഴാണോ, സാമൂഹ്യ സേവനങ്ങൾ പറയുമ്പോഴാണോ, എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് കുട്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, കുട്ടിയുടെ പ്രവർത്തനങ്ങൾ നോക്കി നോക്കുക. അപ്പൊ നമുക്ക് കാണാൻ കഴിയും അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിലപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന നല്ലൊരു ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന നല്ലൊരു കൃഷിക്കാരൻ ഉണ്ടാവും. എന്തോ ആണോ അത് ഒരു 7ാം ക്ലാസ് മേലെ ഒന്നുകൂടി അവന്റെ അഭിരുചികൾ, അവന്റെ ആപ്റ്റിറ്റ്യൂഡ് അതിന്റെ പുറത്തേക്ക് എടുക്കുന്ന സമയമായിരിക്കും ഈ 7, 8, 9 വരെയുള്ള സമയങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുന്ന പാരന്റിന് 10 കഴിഞ്ഞാൽ ഏതിലേക്ക് കുട്ടിയെ വിടണം എന്നുള്ളത് സംശയം ഉണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യിക്കാം, ഈ സമയം ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് കൂടുതലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നാണ് കുട്ടികളെ മാക്സിമം പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, അതത്ര ആരോഗ്യപരമായ കാര്യമാണോ? കുട്ടികൾ മണ്ണിൽ കളിക്കുന്നത്, ചെളിയിൽ കളിക്കുന്നത്, അവന്റെ കൂട്ടുകാരോടൊത്ത് എന്താ പറയാ എൻജോയ് ചെയ്യുന്നത്, ഇതൊക്കെ അത്രമേൽ നല്ല കാര്യമാണോ? ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ഇതൊക്കെ നല്ല കാര്യമാണോ? അവൻ പോണം, അവൻ ഗ്രൗണ്ടിലേക്ക് പോണം, അവന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. ആ കളികളാണ് അവനെന്ന് പറയുന്ന കുട്ടിയെ ഒരു വ്യക്തിയായി രൂപപ്പെടുത്തുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അവനെന്ന് പറയുന്ന കുട്ടിയെ അവനെ മാക്സിമം രൂപപ്പെടുത്തുന്നത് ഈ പറഞ്ഞ അവരൊരു സോഷ്യൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒന്നാണെന്ന് പലപ്പോഴും ബോധ്യപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ബോധ്യങ്ങളാണ്. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് കുട്ടികൾ പുറത്തു പോകണം, കഴിയുന്നത്ര. പ്രത്യേകിച്ച് അറിയാം, വീടിന്റെ ഉള്ളിൽ നമ്മൾ അകത്തിരുത്താൻ ശ്രമിക്കും തോറും, ശ്രദ്ധിച്ചോളണം ഞാൻ പറയുന്ന പോയിന്റെല്ലാം ശ്രദ്ധിക്കണേ, വീടിന്റെ ഉള്ളിൽ അകത്തിരുത്താൻ ശ്രമിക്കും തോറും കുട്ടികൾ മോശക്കാരാവുകയുള്ളൂ. അവനെ പുറത്തേക്ക് ഇറക്കും തോറും ആ പുറത്തേക്ക് ഇറക്കുന്നതിൽ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി സമൂഹത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന്റെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരാളായിത്തീരും. അകത്തിരുത്തി വളർത്തുമ്പോൾ അതൊരു സെൽഫിഷ് ടൈപ്പിലുള്ള കുട്ടികളായിട്ട് മാറാറുണ്ട്. അത് ചൈൽഡ് സൈക്കോളജി മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഗ്രൂപ്പിൽ തന്നെയാണ് ഇപ്പൊ സംസാരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് സംസാരിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പൊ അകത്തിരുത്തല്ല വേണ്ടത്, പുറത്തിരുത്തണം, പുറത്തേക്ക് പറഞ്ഞേക്കണം, അവരെ കളികളിൽ മുടുകണം, അവിടെ അവർ തല്ലുകൂടണം. ആ തല്ലുകൂടുന്നിടത്ത് അവർ പ്രോബ്ലം സോൾവിങ് പഠിക്കണം, ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ പഠിക്കണം, സംസാരിക്കാൻ പഠിക്കണം, വാശിയോടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സമയം അവരെ പുറത്തേക്ക് എടുക്കാൻ, നമ്മൾ പുറത്തേക്ക് ഇറക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വേനലവധി കാലം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ വേനലവധി കാലത്ത് രക്ഷാകർതൃത്വം എന്നുള്ളത് ഇത്രമേൽ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വേനലവധിക്കാലം എന്നുള്ളത് അവരെ, കുട്ടികളെ കുറച്ചധികം അസ്വസ്ഥരാക്കും. അതേപോലെ തന്നെ അവരെ വിരസമാക്കും. അവരുടെ ഈ പറഞ്ഞ കൂട്ടുകാരോ അവരുടേതായ എൻജോയ്മെന്റും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിരസത, ഈ വിരസമായിട്ടിരിക്കാനും ഒരു അസ്വസ്ഥമായിട്ടിരിക്കാനും ഒരു രക്ഷിതാവും ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വേറൊന്നുണ്ട്, ഈ വിരസത കുറച്ചധികം ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് അവരെ ഒരുപാട് മോശം പെരുമാറ്റത്തിലേക്ക് പറഞ്ഞയക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു 9, 10 പഠിക്കുന്ന കുട്ടി എന്ന് വെച്ചാൽ പ്രായപൂർത്തി തെളിയിക്കുന്ന ആ സമയത്തേക്ക് പോകുന്ന കുട്ടി, അവരൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞാല് ഒരുപാട് മോശം പ്രവർത്തനത്തിലേക്ക് പോകുക അപ്പോഴാണ്. നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഐഡൽ മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന മനസ്സിലാണ് ചെകുത്താൻ പണിപ്പുര സൃഷ്ടിക്കാൻ പോകുന്നത്. പിന്നീട് അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരുപാട് അപകടം നിറഞ്ഞ പണികളായിരിക്കും. കുട്ടികളുടെ പ്രായത്തിൽ ആ സമയത്ത് എന്തിലൊക്കെ വ്യാപൃതരായിരിക്കണം. അപ്പൊ ആ സമയം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാൻ. നമ്മൾ അത്തരം വിഷയങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നാളെ സംസാരിക്കാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ അതിന്റെ ഒരു എന്താ പറയുക, ഒരു ഏരിയ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് എന്തൊക്കെയാണ്, അതായത് ഈ പറഞ്ഞ പുതിയ സ്കില്ലുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവൻ ചില അഡിക്ഷന്റെ പിന്നാലെ പോകും. ലൈക്ക് മൊബൈൽ അഡിക്ഷന്റെ പിന്നാലെ പോകും, വീഡിയോ അഡിക്ഷന്റെ പിന്നാലെ പോകും, സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ പിന്നാലെ പോകും. അതൊക്കെ തിരിച്ചറിയുകയും അതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ നാളത്തെ സെഷനിലാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ കോമൺ ഫാക്ടുകൾ പറയാണ്. ഈ സമയത്ത് പേരന്റ് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പറയുന്നത്. അപ്പൊ ഈ സമയത്ത് അവന് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. സ്കൂളിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പഠനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാവുന്ന പരീക്ഷണങ്ങൾ, അവന്റെ ആക്ടിവിറ്റീസ്, അവന്റെ പ്രൊജക്ട് വർക്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പൊ നിങ്ങൾ 8ലാണ് പഠിക്കുന്നത് സങ്കല്പിക്കാം, എങ്കിൽ അവൻ 9ലേക്ക് പോകുമല്ലോ. എങ്കിൽ 9ലേക്ക് പോകേണ്ട പല കാര്യങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാവെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പഠിക്കുക. 9ൽ ഇവർക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടാവും, എന്നിട്ട് ആ കാര്യങ്ങളുടെ ചില ടെസ്റ്റുകൾ നമ്മളിപ്പോ ചെയ്യാം.
നിങ്ങൾക്ക് ജിയോ മച്ചാൻ എന്നൊരു ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നമ്മളെ മക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞില്ലേ. M4Tech എന്നൊരു ചാനൽ ഉണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന യൂട്യൂബ് ചാനലുകളിൽ ഒന്നാണ് M4Tech. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതിനാ തോന്നുന്നു. അതിലിപ്പോ എന്താണ് ഇത്രമാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അവര് 6ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സയൻസിലെ കാര്യങ്ങളാണ് അയാൾ അവിടെ എക്സ്പെരിമെന്റ് ആയിട്ട് വലിയ കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോ ഈ എക്സ്പെരിമെന്റുകളും ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ പഠന പ്രക്രിയകൾക്ക് തന്നെ സഹായകരമാകുന്ന ആക്ടിവിറ്റികൾ, കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കുട്ടികളുടെ സമ്മർദ്ദം കുറക്കുകയും എന്നാൽ കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കുന്ന വീടകമായിട്ടും നമ്മളെ വീടിനെ ഈ സമയത്ത് മാറ്റുക എന്നുള്ള. പലപ്പോഴും പറയാറുണ്ട്, പാരന്റിങ് കലയുടെ വശ്യത എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ശ്വാസം വിടൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ്. ഒന്ന്, വിശ്വാസത്തോടെയുള്ള പാരന്റിങ് ആയിരിക്കണം. 2, ആശ്വാസം കൊടുക്കുന്ന പാരന്റ് ആയിരിക്കണം. 3, സമാശ്വാസം കൊടുക്കാൻ പറ്റുന്ന പാരന്റ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ 3 ആശ്വാസങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസം സമം എന്റെ പാരന്റ് ഓക്കെയാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ്, ആൾക്ക് പറഞ്ഞ പിടിവാശിയില്ല, എന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന പാരന്റ് ആയി തീരുക എന്നുള്ളതാണ് ആ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പലതരം കാര്യങ്ങൾ പറയാനുണ്ടാവും നമ്മളോട്, പലതരം എന്താ പറയാ, അവന്റേതായ ചില പ്രോബ്ലംസ് ഒക്കെ പറയാനുണ്ടാവും. അവനക്ക് എന്തും പറയാനുള്ള ഒരു ഇടമാവുന്ന ഒരു ആശ്വാസത്തിന്റെ തുരുത്താവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് സമാശ്വാസമാണ്. ചിലപ്പോൾ നമ്മൾ അറിയാത്ത പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, ചില തെറ്റുകളിലേക്ക് അവൻ പോയിട്ടുണ്ടാവാം. ആ തെറ്റുകളൊക്കെ വന്ന് പറഞ്ഞാലും ശരി, ഇപ്പൊ നമ്മളെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അറിയാതെയാണെങ്കിൽ ചിലപ്പോൾ ചില അഫയേഴ്സിലൊക്കെ പോയി വീണിട്ടുണ്ടാവാം, ചില കണക്ഷൻസ് വന്നിട്ടുണ്ടാവാം, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ബന്ധങ്ങളിൽ പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിലും അത് വന്ന് പറയാൻ പറ്റുന്ന ഒരു സമാശ്വാസത്തിന്റെ തുരുത്തായിട്ട്, ആ വന്ന് പറഞ്ഞാൽ അതിനെ കൂടി ഏറ്റെടുക്കുന്ന രക്ഷിതാവായിട്ടും നമ്മൾ മാറാൻ കഴിയുന്ന സമയം കൂടിയിട്ടാണത്. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവണം. അവരോട് ഓപ്പണായി സംസാരിച്ചാൽ അവർ സ്കൂളിൽ കിടക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് അവർ തുറന്നു പറയും. കാരണം നമ്മളാണ് ഇപ്പോ അവർക്ക് സ്കൂളിനേക്കാൾ ടച്ച് ഉള്ള ആളെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും അതിന് കൃത്യമായിട്ട് പ്രതിവിധികൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ പഠന പ്രക്രിയകൾ, പഠനേതര പ്രക്രിയകൾ ഇതിൽ സഹായിക്കാൻ പറ്റുന്ന നല്ലൊരു സമയമായിട്ട് നമ്മൾ ഇതിനെ മാറ്റാം. പിന്നെ കൃത്യമായിട്ട് പ്ലാനിങ്ങിലേക്ക് രക്ഷിതാക്കൾ മാറേണ്ട സമയമാണ്. പ്ലാനിങ് 2 കാര്യങ്ങൾക്കാവണം. ഒന്ന്, നമ്മൾ സ്വന്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. നമുക്ക് ഈ വെക്കേഷൻ കുട്ടികളോടൊത്ത് വീടിനകത്ത് എങ്ങനെയൊക്കെ ചെയ്യണം, വീടിന് പുറത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്. കാരണം പാരന്റിന്റെ പ്ലാനിങ് എന്നുള്ളത് പാരന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കേ അറിയുള്ളൂ നമ്മളെ പോക്കറ്റിൽ എത്ര കാശുണ്ട് എന്നുള്ളത്, നമുക്കേ അറിയുള്ളൂ നമ്മളെ സമയത്തിന്റെ ലഭ്യത എങ്ങനെയാണെന്നുള്ളത്, സമയത്ത് ബന്ധങ്ങളിലേക്ക് എങ്ങനെ പോകാൻ പറ്റുക നമുക്കേ അറിയുള്ളൂ. ഇത് കുട്ടികൾക്ക് അറിയണമെന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമ്മയും അച്ഛനും എന്ന് പറയുന്ന 2 പേർ, അവർ 2 പേരും ഇരിക്കണം. ഒരിക്കലും ഒരു പേരന്റ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്ലാൻ ചെയ്യരുതെന്ന്. അച്ഛൻ മാത്രം പ്ലാൻ ചെയ്യരുത്, അമ്മ മാത്രം പ്ലാൻ ചെയ്യരുത്. കാരണം നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം അപ്പൊ അമ്മ പറയാണ്, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടൂറ് പോകണം, ഇത് മക്കൾക്ക് നല്ല കൊതിയോടെ പറഞ്ഞു കൊടുക്കുന്നു. അത് അച്ഛനോട് പറയുമ്പോൾ അയാളെ പോക്കറ്റിലെ കാശ് ഉണ്ടാവണം എന്നില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്, അമ്മ പറഞ്ഞത് പോലും അനുസരിക്കാൻ പറ്റാത്ത അച്ഛൻ, അല്ലെ, ഉമ്മ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്ത ഉപ്പ, ഇതിനൊക്കെ എന്തിനു പറ്റും എന്ന ചിന്തയാണ് പലപ്പോഴും എന്താ പറയാ കുട്ടികളുടെ ഉള്ളിൽ ആ സമയത്ത് കയറി പിടിക്കുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ. അപ്പൊ അതില്ലാതിരിക്കാൻ ആദ്യമേ 2 പേരും കൂടി കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുക. എന്തൊക്കെ, എങ്ങനെയൊക്കെ, എത്ര രൂപ, നല്ലോണം മനസ്സിലാക്കണം, എത്ര രൂപ മക്കളുടെ ഈ വെക്കേഷൻ കൂടി നമുക്ക് മാറ്റി വെക്കാനുണ്ട്, എത്ര സമയം അവർക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി നീക്കി വെക്കാനുണ്ട് എന്നതുകൂടി നമ്മൾ പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഈ പ്ലാനിങ്ങിനനുസരിച്ചിട്ട് ഒരു ചെറിയ കലാപരിപാടികൾ മക്കളെയും കൂട്ടിയിരുത്തുക. എന്നിട്ട് അവരോട് ചർച്ച ചെയ്യുക, എന്തെല്ലാം വേണം, എങ്ങനെയെല്ലാം വേണം, ഏതെല്ലാം വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും പലതും പറയാനുണ്ടാവും. അപ്പൊ അവർ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് അവരെ കൊണ്ട് പറയിപ്പിക്കുക. ആ പറയുന്നതിൽ നമുക്ക് ഏറ്റവും ആസ്വാദ്യം നമ്മളെ കാശിന് ഒതുങ്ങുന്നതും കയ്യിൽ ഒതുങ്ങുന്നതുമായ കാര്യങ്ങൾ വരുമ്പോ, വാവ്, ഞാനത് പറയാൻ നിൽക്കായിരുന്നു, മോനെന്നത് പറഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ എന്റെ മക്കളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച് എഴുതാൻ പറഞ്ഞ സമയത്ത് അത് കുറെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മോളെ എഴുതിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകണം. അപ്പൊ മനസ്സിലായത് അതിന് വേണ്ടുന്ന കാശ് ഇത്രയാണ്, അതിന് പോയി നിൽക്കേണ്ട സ്ഥലം ഇവിടെയാണ്, ഇത്ര രൂപയാണ് അതിന് വേണ്ടി വരും. അപ്പൊ എന്റെ വെക്കേഷൻ ടൈമിൽ മക്കൾക്ക് വേണ്ടി ആ ഒരു ഫണ്ട് നീക്കി വെച്ചാല് അവരും ഹാപ്പി, ഞാനും ഹാപ്പി. കാരണം അവര് പറഞ്ഞ സ്ഥലമാണ്, അവര് പറഞ്ഞ ഇടമാണ്,
അവർക്കും ഹാപ്പി ആയി തീരും. അപ്പൊ ഇത് അവരുടെ മുന്നിലിരുന്ന് അവരോടും കൂടി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അത് ആസ്വദിച്ച് അവരും ആസ്വദിക്കും, നമ്മളും ആസ്വദിക്കും. അപ്പൊ പ്ലാനിങ് രണ്ട് തരത്തിലായിരിക്കും. ഒന്ന്, നിങ്ങളുടെ ഒഴിവ് സമയവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാശും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക. ഇത് അവരോടും കൂടിയിരിക്കുക, അവർക്ക് പോകേണ്ട ഇടങ്ങൾ ചോദിക്കുക, അവർക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടോ ചോദിക്കുക, ഇനി അവരുടെ കൂട്ടുകാർ തമ്മിൽ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടോ അതും നമ്മൾ ചോദിക്കാം. ഇങ്ങനെ കൂടി. പിന്നെ അടുത്ത ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. ഈ പറയുന്ന വെക്കേഷന് വേണ്ടി മാത്രമായിട്ട് ഒരു ഡെയിലി റൂട്ടീൻസ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു. ഇപ്പൊ ഇതിൽ നോമ്പ് നോക്കുന്ന ആളുണ്ടാവാം, അല്ലെങ്കിൽ നോമ്പില്ലാത്തവരുണ്ടാവാം, ഇനി മറ്റേ എന്റെ പ്രിയ സുഹൃത്തുക്കൾ നോമ്പുള്ള മറ്റ് നോമ്പ് എടുക്കുന്ന ആൾക്കാർ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു പ്ലാനിങ് കൊണ്ടുവരിക. ഓക്കെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉറങ്ങുന്നത് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഒരു പ്ലാനിങ്. അത് സ്വന്തം ഉണ്ടാക്കരുത്, അതും അവരെയും കൂട്ടിയിരുത്തിട്ട് വേണം. എത്ര മണിക്ക് എഴുന്നേൽക്കാം, അതിനൊരു മത്സരച്ചാട്ടമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് സംഘടിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഇത്തരത്തിൽ ആസ്വദിക്കുന്ന കാര്യത്തിലൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ആത്മീയ വളർച്ചയും കുട്ടികളെ കൊണ്ട് ഈ സമയത്ത് പരിശീലിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോ നമ്മൾ നല്ല നല്ല മാസങ്ങൾ വരികയാണ്. അപ്പൊ ഇതിൽ ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അടിപൊളി റമദാൻ മാസമാണ്, ഇപ്പുറത്തുള്ളവർക്കും നല്ല നല്ല മാസങ്ങളാണ്. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് അത്തരത്തിൽ കൂടി ഇപ്പൊ നമുക്ക് വെക്കേഷൻ ബൈബിൾ കോഴ്സുകൾ നടക്കുന്ന സമയമാണ്. വെക്കേഷനിൽ ഒരുപാട് ആത്മീയമായ പഠനങ്ങൾ എല്ലാ മതത്തിലും നടക്കാറുണ്ട്. അപ്പൊ ഈ അമൃത വിദ്യാപീഠമൊക്കെ ഒരുപാട് ആ വിഷയത്തിൽ നടത്താറുണ്ട്. അപ്പൊ പറയാനുള്ളത്, ഈ ആത്മീയമായ വളർച്ചക്കുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വെക്കാം. നീ ഇത്ര കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ഖുർആൻ മുഴുവൻ ഓതാനാണെങ്കിൽ ഓക്കെ, ഇത്ര ഭാഗങ്ങൾ ഇത്ര രൂപത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ദിക്കറുകൾ ഇന്ന രൂപത്തിൽ എന്നൊക്കെ ഒരു ചാർട്ട് അത് അവരോടും കൂടി പറഞ്ഞിട്ട്, എന്നിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മത്സരം പോലെ വെച്ചു കൊടുക്കാം. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾക്ക് ഇത്ര ഡേറ്റ് അന്ന് കൃത്യമാക്കി കൊടുക്കുക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ദിവസം നമുക്കൊരു സമ്മേളനം കൂടി അതിനൊരു സമ്മാനം തരും. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ വീട്ടകത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യ സമാജം പോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഏട്ടനും അനിയനും എല്ലാവരും ഇരുന്ന് പാട്ട് പാടുന്നു, ഒന്നിച്ചിരുന്ന് കളിക്കുന്നു, സംസാരിക്കുന്നു. അതും അവിടെ ഉണ്ടാക്കാൻ പോകുന്ന സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിൽ വളരുന്ന കുട്ടിയുടെ ആത്മീയ ജീവിതവും അടിപൊളിയായിരിക്കും, ഭൗതിക ജീവിതവും അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതേപോലെ തന്നെയാണ് ഈ വേനലാവധി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധനം കൂടിയുണ്ട്, വേനൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേനൽ എന്ന് പറയുന്ന ഈ സൂര്യനെ, ചുട്ടുപൊള്ളുന്ന സൂര്യനാണ് കേരളത്തിലെ ചൂട് പിടുത്തപ്പെട്ട ചൂടിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഈ സമയത്തും അവരെ കൂടുതൽ അവരെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, ചെയ്യണം എന്നുള്ളതാണ്. ഇതേ സമയത്ത് ചെയ്യാവുന്ന ഇനി ചില പൊടിക്കൈകൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ള നല്ല സമയമായിട്ട് ഈ സമയത്ത് നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബന്ധങ്ങളിലുള്ള അകലെ നിൽക്കുന്ന കുറെ ആളുകളുണ്ടാവും. അകന്ന ബന്ധം സംബന്ധം ഞാൻ അകറ്റിയ ബന്ധമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കുറെ നമ്മൾ കാണാത്ത ആളുകൾ ഉണ്ടാവും, കുട്ടികൾക്ക് ഇപ്പോഴും തലമുറകൾ അറിയാത്തവരുണ്ടാവാം. എങ്കില് അവരെയൊക്കെ കാണാനും ഒന്ന് സംസാരിക്കാനും അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാനുള്ള നല്ല സമയമായിട്ട് എടുക്കാം. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി മാത്രമാണ് ലോകത്ത് സാമൂഹ്യപരമായിട്ട് ജീവിക്കുകയും സാമൂഹ്യ ബന്ധങ്ങൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാമൂഹ്യ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ പവിത്രത വേറെ ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാനും അവര് തമ്മിൽ കാണാനും കേൾക്കാനും എന്താ പറയാ, ജ്യേഷ്ഠാനുജന്മാരെ വീടുണ്ടെങ്കിൽ അവിടേക്ക് മക്കളെ പറഞ്ഞയക്കാനും അവരുടെ മക്കളെ കൂടെ നമ്മളെ മക്കളെ കളിപ്പിക്കാനും, കാരണം അവരാണ് നാളത്തെ തലമുറയെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ആ തലമുറകൾ ഒന്നായി തീരുക എന്നുള്ള ലക്ഷ്യം അതിന്റെ പിന്നിൽ ഉണ്ടാവണം. അപ്പൊ അവര് തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം മക്കളെ ഫ്രീ ആയിട്ട് പറഞ്ഞയച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവർ തമ്മിൽ പങ്കുവെക്കട്ടെ. ആ പങ്കുവെക്കലിൽ ചിലപ്പോൾ നമുക്ക് നല്ല നല്ല കുറെ കാര്യങ്ങൾ കിട്ടും. എന്റെ കുട്ടി എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി അനിയന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും കുറെ കാര്യങ്ങൾ കിട്ടും. അവിടെ നിന്ന് അവർക്ക് നേടിയ കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ, അവിടുത്തെ കൾച്ചർ കുറച്ചൊക്കെ ഇതിലേക്ക് എത്തിയ കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായി ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റാത്തത് അവർക്ക് തിരുത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭാഗമായിട്ട് ഈ ഒരു സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ബന്ധങ്ങളിൽ നിന്ന് അപകടകരമായ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചറിയുകയും അതിന് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താനും ഈ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്, ഡെയിലി പ്ലാൻ ഉണ്ടാക്കാം. ആ പ്ലാനിൽ കൃത്യമായിട്ടുള്ള വായനക്ക് സമയം കൊടുക്കണം.
വായന എന്നുള്ളത് നിങ്ങളിപ്പോ ഇന്ന് തന്നെ പോയിട്ട് എന്താ പറയാ ആർക്കും സാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് അത് പുസ്തകം വായിച്ച സാപ്പിയൻസ് വായിക്കണമെന്നോ അതായത് 8 ഹാബിറ്റ് ഓഫ് എഫക്റ്റീവ് ലൈഫ് എന്നോ അങ്ങനെ ഒന്നും വായിക്കണ്ട. ബാലരമ വായിച്ചാൽ മതി, കുരുന്നുകൾ വായിച്ചാൽ മതി, സന്തുഷ്ട കുടുംബം വായിച്ചാൽ മതി. നിങ്ങളെ കയ്യിൽ കിട്ടുന്ന ഏത് പുസ്തകമാണോ ആ പുസ്തകം വായിച്ചാൽ മതി. വായിക്കാനുള്ള ഹാബിറ്റ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി ടൈം ആ വീട്ടിൽ സൃഷ്ടിക്കാൻ വേറെ ഒന്നുമില്ല. ഒന്നിച്ചിരുന്ന് വായിക്കുക. അപ്പുറത്തിരുന്ന് വാപ്പ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിരുന്ന് ഉമ്മ പൂങ്കാവനം വായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിരുന്ന് കുട്ടി ഈ പറഞ്ഞ ബാലരമയോ കുസുമമോ അല്ലെങ്കിൽ എന്താ വായിക്കാൻ കിട്ടിയത് വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ വളരുന്ന ഒരു ബോണ്ട് നേരത്തെ പറഞ്ഞ വല്ലാത്തൊരു ബോണ്ടായിരിക്കും. ഒരു സാംസ്കാരികമായ വളർച്ച എന്ന് പറയാം. ഇനി പത്രം വായിക്കുന്ന പിതാവാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു കാച്ചിങ് ആയിട്ടുള്ള അപകടകരമായ വാർത്തയല്ല, നല്ല കാച്ചിങ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ, വാർത്തകൾ ഉണ്ടെങ്കിൽ ആ വാർത്തകൾ നോട്ട് ചെയ്തിട്ട് അത് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചു നോക്കിയേ, വലിയ വളർച്ച കാണാൻ പറ്റും. അവരുടെ പഠനത്തിൽ മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, ഇടപെടുന്നതിൽ മാറ്റങ്ങൾ വരും. അപ്പൊ ഈ ഒരു ബോണ്ടിങ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, വളർത്തിയെടുക്കാം. അതായത് ഒരു സാംസ്കാരിക രൂപം അവിടെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വളർത്തിയെടുക്കുക, ഒരു കൾച്ചർ വളർത്തിയെടുക്കൽ നമ്മുടെ കടമ തന്നെയാണ്, രക്ഷിതാവിന്റെ കടമ തന്നെയാണ്. അത് പുറമെ ക്ലബിൽ പോയി പഠിക്കേണ്ടതല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ രാജ്യത്തിന്റെ വളർച്ച, ഒരു പുതിയ മിസൈൽ ഇന്ത്യ വിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതി ഇന്ത്യ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആ വിഷയത്തെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക വേണം. ഓക്കെ, ചിലപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയാ ഭരണാധികാരികളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം. പക്ഷെ അതൊന്നും കുട്ടികളോട് ഷെയർ ചെയ്യരുത്. കാരണം അവർ നാളെ ഇന്ത്യയുടെ ഭാവി ഭാസുരമാക്കേണ്ട പൗരന്മാരാണ്. അവരെ മുന്നൊരിക്കലും രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന, സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിയമങ്ങൾ വെല്ലുവിളിക്കുന്ന, എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം. അതായത് ഒരു ഡ്രൈവിംഗ് യെല്ലോ അല്ലെങ്കിൽ റെഡ് കത്തുമ്പോ ഇപ്പുറത്ത് കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി പോകാൻ വഴി കണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു തലമുറയാണ്. സിസ്റ്റം ഒക്കെ വെറുതെയാണ്, നമുക്ക് തോന്നിയപ്പോൾ ജീവിക്കാം എന്ന് നിങ്ങൾ മക്കളെ അറിയാതെ പഠിപ്പിക്കുകയാണ്. അത് വലിയ പാഠം അവര് അക്സെപ്റ്റ് ചെയ്യും. ഇതിന്റെ നേരെ അനുഭവം എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്. ടോള് കടക്കുന്ന സമയത്ത് ആ ടോൾ ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്നു. ആ സമയത്ത് ബാക്കിൽ ഇരിക്കുന്ന പിതാവ് കുറ്റം പറയാണ്, ഇതിങ്ങനെ തന്നെ തോന്നിയ പോലെ, ഇത് രാജ്യത്തിന്റെ കുറെ ആൾക്കാരുണ്ട്, അവർ അന്തം വിട്ട പോലെ ഭരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആള് കുറെ ഗവൺമെന്റ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളി വർത്തമാനങ്ങൾ പറയുന്നു. അപ്പൊ മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്, കുറച്ച് പക്വതയും പാകതയൊക്കെയുള്ള ആളാണ്. അപ്പൊ ആള് കാശ് കൊടുത്തു പോയി. അങ്ങനെ പോയിട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ മറ്റേ വണ്ടിയുടെ ബാക്ക് പിടിച്ച് പോയാൽ മതിയായിരുന്നില്ലേ. അങ്ങനെ വീണ്ടും ഇടവഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മോനെ അത്ഭുതകരമായ മറുപടി കൊടുത്തു, ഇപ്പൊ പേടിക്കണ്ട, ഞാൻ കൊടുത്തതിൽ 20 രൂപ കീറിയ നോട്ടാണെന്ന്. അപ്പോ ഒരു കള്ളത്തരം പഠിപ്പിക്കുമ്പോൾ മറ്റൊരു കള്ളത്തരം ഭംഗിയായിട്ട് മക്കൾ ചെയ്യും. അപ്പൊ ഇത് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് അവർക്ക് ഇത്തരത്തിലൊരു കൾച്ചറൽ ബോണ്ട് കൂടി ഈ രാജ്യത്തെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച്, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച്, മതവിജ്ഞാനങ്ങളെ കുറിച്ച്, ആത്മീയ ജ്ഞാനങ്ങളെ കുറിച്ച്, ആത്മീയ സിസ്റ്റങ്ങളെ കുറിച്ച് ഒക്കെ അവരെ പരിപോഷിപ്പിക്കുകയും അങ്ങനെ ഒരു കൾച്ചറിലേക്ക് അവരെ രൂപപ്പെടുത്തുകയും സ്വഭാവത്തിൽ ഉണ്ടാവണം, പെരുമാറ്റത്തിൽ ഉണ്ടാവണം, ഇടപെടുന്ന മേഖലകൾ ഉണ്ടാക്കണം. ഇങ്ങനെ അവനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി കൊണ്ടുവരാം. ഇങ്ങനെ ആക്കിയാൽ ഗുണം പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ വളരുന്ന ഒരു രക്ഷിതാവുണ്ട്. എന്ന് വെച്ചാൽ അവരും നാളെ നമ്മളെ തലമുറയെ രക്ഷിക്കേണ്ട ആളാണല്ലോ. ഒന്നുമില്ലെങ്കിൽ അവനക്കൊരു അനിയൻ ഉണ്ടെങ്കിൽ ആ അനിയനെ കെയർ ചെയ്യേണ്ട ആളല്ലേ. ഇനി അവൻ വളർന്ന നാളെ രക്ഷിതാവേണ്ട ആളല്ലേ. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു രക്ഷിതാവ് എന്ന് പറയുന്ന സിസ്റ്റത്തെ രൂപപ്പെടുത്താൻ ഇത്തരത്തിൽ വളർത്തുന്ന ഇടങ്ങളിലെ കുട്ടിക്ക് കഴിയുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവന്റെ ഉള്ളിൽ രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എന്ന് വെച്ചാല് അവനെ അറിയുന്ന, അവന്റെ പ്രായത്തെ ഗൗനിക്കുന്ന, അവന്റെ പ്രായത്തെ മാനിക്കുന്ന രക്ഷിതാവായിട്ട് നമ്മളെ ആ കുട്ടി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ രണ്ട് വളർച്ചയും ഇത്തരം ഇടപെടലിലൂടെ നടക്കുന്നതാണ്. അതേപോലെ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എളുപ്പമുള്ള കുറെ കാര്യങ്ങളാണ്. കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം പറഞ്ഞെടുത്ത് തന്നെ അവനോടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ഡൈനിങ്, ഉദാഹരണം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെ കുറിച്ച്, ആ ഭക്ഷണങ്ങളിൽ അവന്റെ ഇഷ്ടത്തെ കുറിച്ച് അതിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അനിഷ്ടകരമായ ഭക്ഷണങ്ങൾ, നമുക്ക് മനുഷ്യന് ഹാനികരമായ ഭക്ഷണങ്ങൾ, അതിലേക്ക് പോയാലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നല്ല സമയമാണ്. അതേപോലെ അമ്മമാർക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാ പേരൻസിനും അടുക്കളയിൽ കയറാൻ പറ്റും, ആണിനും കയറാം, പെണ്ണിനും കയറാം. ഓക്കെ, അടുക്കളയിൽ കയറുന്ന രക്ഷിതാവിന്റെ കൂടെ കുട്ടിയെ കൂട്ടിയിരുത്തുകയും ആവശ്യമായ ചില പൊടിക്കൈകളിലൊക്കെ അവനെ സഹായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ കുറച്ചും കൂടി വിശാലമായ കാര്യങ്ങൾ നാളെ നമ്മൾ പറയും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ
നാളെയാണ് പറയുന്നത്. ഞാനൊരു ഹിന്റ് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ അടുക്കള കാര്യത്തിൽ കുട്ടിക്ക് റോള് കൊടുത്തു കഴിഞ്ഞാൽ, ഈ അടുക്കളയിലാണ് സത്യത്തില് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പൂന്തോട്ടം എന്ന് പറയാറുണ്ട്. അടുക്കളയിൽ വെച്ചിട്ടാണ് പ്രേമം തുടങ്ങേണ്ടത് എന്ന് പറയാറുണ്ട്. അത് വലിയൊരു മേഖലയാണ്. നമുക്കത് ആർട്ട് ഓഫ് ലവ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ വിശദമാക്കാം. അടുക്കള എന്ന് പറയുന്നത് രുചികൾ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ വെച്ച് എല്ലാ രുചികളും വളരുമെന്നാണ്. അപ്പൊ കുട്ടിയുടെയും കുറെ വളരാനുള്ള രുചികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുക്കളയിലേക്ക് കുട്ടികളെ കയറ്റുകയും അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കുക. പക്ഷെ കുട്ടികൾ കയറ്റുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക, സുരക്ഷകൾ കൃത്യമാക്കണം. ഗ്യാസിന്റെ സ്റ്റൗ, അതിന്റെ എന്താ പറയുക നോസ് കാര്യങ്ങൾ ഒക്കെ ഓൺ ആണോ ഓഫ് ആണോ, അപകടകരമായ പവറുള്ള ഹീറ്റേഴ്സ് കാര്യങ്ങൾ, കെറ്റിൽസ്, ഇതൊക്കെ അവരെ മുന്നിലുണ്ടോ, ഇതൊക്കെ നല്ലോണം നോക്കണം. നല്ലോണം മൂർച്ചയുള്ള കത്തി, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വീട്ടിൽ അവരെ കയ്യെത്തു ദൂരത്തുണ്ടോ. കാരണം അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഇടം തന്നെയാണ് അടുക്കള. അപ്പൊ അങ്ങോട്ട് കയറ്റുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളാണ്. ഈ സമയത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഒന്ന്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സംസാരമാണ്. നമ്മുടെ സംസാരമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ശരി, സംസാരത്തിൽ വരുന്ന ഒരു എന്താ പറയാ അനാരോഗ്യകരമായ ഒരു വാക്ക് മതി ആ കുട്ടിയുടെ ഈ വെക്കേഷൻ മുഴുവൻ സമയം മുഴുവൻ നഷ്ടപ്പെടുത്താൻ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മുൻവാശിക്കാരനായിരിക്കാം, മുൻകോപമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരം പൊട്ടിത്തെറികൾ ഉള്ള ആളായിരിക്കാം, നിങ്ങൾക്ക് പലതരത്തിലുള്ള എന്താ പറയാ അപകടങ്ങൾ മീൻസ് സാമ്പത്തിക അപകടം പറ്റിയ ആളായിരിക്കാം, മാനസികമായ അപകടം പറ്റിയ ആളായിരിക്കാം, സാമൂഹ്യപരമായിട്ട് അപകടം പറ്റിയ എല്ലായിടത്തും ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ഉള്ള ആളായിരിക്കാം. ആണെങ്കിൽ പോലും ഈ 2 മാസം നിങ്ങൾ ഒരു വലിയ മാന്യനായി അഭിനയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, സംസാരം സമം ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് വാക്കുകൊണ്ട് സംസാരിക്കുക, ലൈക്ക് ഒച്ച ഉണ്ടാക്കുക, ആ വർത്താനമാണ് സംസാരം എന്നാരും കരുതണ്ട. അത് സംസാരത്തിന്റെ ഒരു രൂപം മാത്രമാണ് ഈ ബളബള എന്നുള്ള ഒച്ച. ഈ ഒച്ചക്കപ്പുറമുള്ള ഒരു സംസാരമുണ്ട്. നമ്മളെ മുഖത്ത് കാണിക്കുന്ന എക്സ്പ്രഷൻ, നമ്മളെ കൈകളിൽ കാണിക്കുന്ന എക്സ്പ്രഷൻ, നമ്മളെ ബോഡിയിൽ കാണിക്കുന്ന എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ആണ് യഥാർത്ഥ സംസാരം. നിങ്ങൾ മക്കളെ വാക്കുകൊണ്ട് ചീത്ത പറയുന്നുണ്ടെങ്കിലും മുഖം കൊണ്ട് ചീത്ത പറയരുത്. ഞാൻ ഈ പറഞ്ഞ വാക്ക് നല്ലോണം ശ്രദ്ധിക്കണേ. നിങ്ങൾ വാക്കുകൾ കൊണ്ട്, കാരണം വാക്കുകളൊക്കെ പെട്ടെന്ന് മറന്നുപോകും. പക്ഷെ ആ സമയത്ത് നമ്മുടെയുള്ള മുഖത്തെ എക്സ്പ്രഷൻ, നമ്മൾ ആ സമയത്തുള്ള ബോഡിയിൽ കാണിക്കുന്ന എക്സ്പ്രഷൻ, ഇതൊരിക്കലും അവരെ വിട്ടുപോകില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുഖത്തേക്ക് നിങ്ങളുടെ ദേഷ്യത്തെ കൊണ്ടുവരാതിരിക്കുക. നിങ്ങളുടെ അസ്വാരസ്യങ്ങളെ, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെ ഒരിക്കലും നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരരുത്. ഈ 2 മാസം മക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മക്കളാണ്. അവർ നാളെയുടെ തലമുറയാണ്. അവരെ നന്നാക്കാൻ വേണ്ടിയെങ്കിലും ചെറിയൊരു അഭിനയം കാഴ്ചവെക്കാൻ പഠിക്കുക. ഞാൻ അഭിനയം ഉദ്ദേശിച്ചത് വെറുതെ ആർട്ടിഫിഷ്യലി ചെയ്യാനല്ല, പക്ഷെ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക. നമ്മൾ നമ്മളോട് തന്നെ ഒരു പ്ലാൻ കൊണ്ടുവരിക. ഞാൻ ഈ 2 മാസം വീട്ടിലുണ്ടെങ്കിൽ, ആ മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന രക്ഷിതാവ് ഞാനായിരിക്കും. ഏറ്റവും നല്ല രൂപത്തിൽ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ. അറിയോ, അവർ ഈ സമയത്താണ് എല്ലാം ക്യാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ആവാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കളികളുടെ കൂടുതൽ ചെയ്യാവുന്ന, ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു സാധനം, ഏറ്റവും നല്ലൊരു കളിയാണ് ഓർമ്മകളെ റീകോൾ ചെയ്യുന്ന ചില കളികൾ നമ്മൾ കൊണ്ടുവരണം. ഒന്ന്, ഒരു ഫാമിലിയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കാം, എന്റെ വീട്ടിലെ കുട്ടികളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു കലണ്ടർ സൃഷ്ടിക്കാം. ഒന്നൊരു ഫാമിലി കലണ്ടർ ഉണ്ടാക്കാൻ പറയാം. എന്റെ ഉപ്പ, ഉമ്മ, അവരുടെ മക്കള്, അവരെത്തിയ സ്ഥലങ്ങള്, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കലണ്ടർ സൃഷ്ടിച്ച്, ആ കലണ്ടർ, ഇപ്പൊ എന്റെ 3 ജ്യേഷ്ഠന്റെ മോനുണ്ട്, അദ്ദേഹം ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ഓർമ്മശക്തി ഉള്ളത് കൊണ്ടായിരിക്കാം അവന് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിള് എന്ന പ്രക്രിയയിലേക്ക് പോയപ്പോ വളരെ പെട്ടെന്ന്, ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ആള് ഹാഫിളായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള റീകോളുകൾ അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുമായിരുന്നു. കുടുംബക്കാരെ കുറിച്ച് ഓർത്തെടുക്കുക, അത് എഴുതി വെക്കുക, അതിങ്ങനെ ചെറുപ്രായത്തിൽ നല്ലൊരു കളിയായിട്ട് അവൻ ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കാം. കാരണം ഓർമ്മശക്തി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കലയാണ്. അത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ തന്റെ കുടുംബങ്ങളെ, തന്റെ ബന്ധുമിത്രാദികളൊക്കെ ഇങ്ങനെ എഴുതിയെടുത്ത് കൊണ്ടുവരുന്നതും അതിങ്ങനെ ഒരു ചിത്രം വരയ്ക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇടക്കിടക്ക് ചെയ്യാറ്. അപ്പൊ ഇത് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഈ പ്രക്രിയ ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ചില കളികൾ, അത് നമ്മുടെ ബർത്ത്ഡേ വെച്ച് നമുക്ക് കളിപ്പിക്കാം,
ഓരോരുത്തരുടെ ബർത്ത്ഡേ എഴുതി വെക്കാം, വിവാഹ വാർഷികങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാക്കാം, അവരുടെ തന്നെ നല്ല നല്ല ദിവസങ്ങൾ, സ്കൂളിൽ ചേർത്ത ദിവസം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയ ദിവസം, ഇങ്ങനെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങിപ്പോകുന്ന ചില സെല്ലുകൾ ഉണ്ട്, അതിനെ ഉറക്കാൻ വിടാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതേ ഗെയിമുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റിമറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ച്, കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച്, അങ്ങനെ പൊതുവിജ്ഞാനത്തിലേക്കും റീകോൾ ചെയ്യുന്ന തലത്തിലേക്ക് അതിനെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അത് പലയിടങ്ങളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നാളെ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ ഗെയിംസുകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് മാറ്റി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരും. നേരത്തെ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ പോലത്തെ കാര്യങ്ങൾ എങ്ങനെ മാറണം, അതൊക്കെ നാളെ നമ്മൾ വിശാലമായിട്ട് പറയും. അവസാനമായിട്ട് പറയുന്നത്, ഈ ഒരു സമയത്ത് പറ്റുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബോഡിലി ടച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ടും ഇതിനെ കാണണം. എന്നും കുട്ടികളെ കെട്ടിപ്പിടിക്കുക, കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന സമയമായിട്ട്, അവരുടെ കൂടെ ഉള്ള ഒരു സമയമായിട്ടും ഈ സമയത്ത് കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതെന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ബോഡിയിൽ നിന്ന് നമ്മളെ ബോഡി പതുക്കെ പതുക്കെ അകലുന്നുണ്ടെങ്കിൽ ആ അകൽച്ച ചിലപ്പോ പതുക്കെ പതുക്കെ മാനസികമായ അകൽച്ചയിലേക്ക് കടക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭംഗിയായിട്ട് ചെറിയ ടച്ചുകള്, നല്ലത് വന്നു കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കല്, ഒരു കെട്ടിപ്പിടിക്കല്, ഒരു മുത്തം കൊടുക്കല്, അത് മക്കളോട് നിർബന്ധമായിട്ടും ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും ഈ സമയത്തെ കാണണമെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നാളെ പറയാൻ സാധ്യതയില്ലാത്തൊരു പോയിന്റ് കൂടി പറയുന്നു. നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ഇപ്പോ ഒരു രക്ഷിതാവ് ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മക്കൾ ഒരു 8ാം ക്ലാസ്സിന് എപ്പോ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നാളെ കടയിൽ പോകുമ്പോൾ അവനെ കൂടെ കൊണ്ടുപോകണം. അവനെ കൊണ്ടുപോയിട്ട് ആ കണക്ക് പഠിപ്പിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ആ തീവ്രമായ ചൂടേറിയ ദിനങ്ങൾ എന്താന്ന് കൂടി ഇവനെ ഓർമ്മപ്പെടുത്താൻ രക്ഷിതാവായിട്ട് നമുക്ക് മാറാം. നേരത്തെ അടുക്കളയിലേക്ക് കയറ്റുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യപരമായ ഇടപാടിലും പ്രിയപ്പെട്ട മക്കളെ ചേർക്കാൻ ഈ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ വീട്ടിലംഗങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗെയിംസ്, ആക്ടിവിറ്റീസ്, അതിലെ 2-3 കാര്യങ്ങളൊക്കെ നാളെ ഏതൊക്കെ കളികൾ എന്ന രൂപങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ചിലതൊക്കെ നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ വേനൽക്കാലം എന്ന് പറയുന്ന സുന്ദരമായ 2 മാസത്തെ മക്കളെ ആസ്വദിച്ച് വളർത്താനും മക്കളോട് കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനിതിൽ നമുക്ക് എന്താ പറയാ, ചാറ്റ് ബോക്സിന്റെ അഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് പോകാഞ്ഞത്. ഏതായാലും ഇതുവരെ ക്ഷമിച്ച് സഹകരിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നേരത്തെ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ വിട വാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. ബൈ ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമുക്കൊരു ഫീഡ്ബാക്ക് ആയിട്ടോ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഒരാൾക്ക് മാത്രം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ.